തനിക്ക് പാർട്ടിയിൽ ഇരട്ട നീതിയാണ് നേരിടേണ്ടി വന്നതെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് പറഞ്ഞു. തന്നെ മാണി വിഭാഗവും കോൺഗ്രസും ചേർന്ന് ചതിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിബന്ധന മത്സരിക്കുന്നെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നായിരുന്നു. തന്നെ സംബന്ധിച്ച് അത് അസാധ്യമാണ്. കേരള കോൺഗ്രസിൻ്റെ നേതാവായ താൻ എങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് PJ ജോസഫിൻ്റെ ചോദ്യം. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ജോസ് കെ മാണിക്കും തനിക്കും രണ്ട് നീതിയാണ് ലഭിക്കുന്നതെന്നും PJ ജോസഫ് പറഞ്ഞു. തന്നെ കൃത്യമായി വഞ്ചിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരം തുറന്നു പറച്ചിലുകൾ ഒരിക്കലും തൻ്റെ പോരാട്ടത്തിന് തടസ്സമാവില്ല. പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി 20 മണ്ഡലങ്ങളിലും താൻ പ്രവർത്തിക്കും. മാത്രമല്ല ഉൾപാർട്ടി ജനാധിപത്യത്തിന് വേണ്ടി വീണ്ടും പോരാടുമെന്നും PJ ജോസഫ് പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കീഴടങ്ങലിന് താൻ തയ്യാറല്ല. അത്തരത്തിലുള്ള വാർത്തകളും ശരിയല്ല. തൻ്റേത് സമ്പൂർണ്ണമായ കീഴടങ്ങലല്ല, മറിച്ച് പോരാട്ടത്തിൻ്റെ തുടക്കമാണ് എന്നാണ് PJ ജോസഫ് ഇന്ന് പറഞ്ഞത്. ഏതായാലും PJ ജോസഫിനെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ വരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കോട്ടയം സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇടുക്കിയിലേക്ക് അദ്ദേഹം മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും വലിയ തോതിൽ വന്നിരുന്നു. എന്നാൽ കോട്ടയത്ത് ഏകപക്ഷീയമായി പാർട്ടി മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും അറിയിച്ചിരുന്നു. അവിടെയും വഴിയടഞ്ഞപ്പോഴാണ് PJ ജോസഫ് ഇത്തരമൊരു തുറന്നു പറച്ചിലും തയ്യാറായത്. കോൺഗ്രസ് പറയുന്നത് ഇങ്ങനെയാണ് എന്നാണ് PJ ജോസഫിൻ്റെ വിശദീകരണം. കാരണം ഇത്തവണ BJPക്ക് എതിരായി ദേശീയ തലത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ ഒറ്റയ്ക്ക് നേടേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിയുന്ന അത്രയും മണ്ഡലത്തിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റ് കക്ഷികളിലേക്ക് കൂടുതൽ സീറ്റുകൾ മറ്റ് കക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ മടിക്കുന്നത്. അഥവാ PJ ജോസഫിന് മത്സരിക്കണമെങ്കിൽ ഞങ്ങളുടെ ചിഹ്നത്തിൽ, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കൂ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇത് തന്നെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് എന്നാണ് PJ ജോസഫിൻ്റെ നിലപാട്. മാത്രമല്ല ഇത്തരം നിലപാടിൽ താൻ അറിയുന്നുവെങ്കിലും തന്നെ മനോവിഷമം ഉണ്ടാക്കിയെങ്കിലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് താൻ പോവില്ല. കേരള കോൺഗ്രസിനെ പിളർക്കുന്ന നിലപാടിലേക്ക് പോവില്ല. പാർട്ടിയിൽ തന്നെ നിന്ന് പോരാടും. ഉൾപാർട്ടി ജനാധിപത്യമാണ് എല്ലാത്തിലും വലുത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ പോരാടും. ജോസ് കെ മാണിക്കും, അതായത് KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്കും തനിക്കും ഇരട്ട നീതിയാണല്ലോ ലഭിച്ചത് എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ അതെല്ലാം ഈ സമരത്തിൻ്റെ ഉൾപാർട്ടി സമരത്തിൻ്റെ ഭാഗമായി ഭാവിയിൽ തിരുത്തപ്പെടും എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഏതായാലും PJ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും വലിയൊരു പരാജയത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം നേരത്തെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളൊക്കെ പാർട്ടിയിൽ അംഗീകരിക്കുമായിരുന്നു. ഒരുപക്ഷെ അത് അംഗീകരിച്ചില്ല എങ്കിൽ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഇടപെട്ട് അത് നേടിക്കൊടുക്കുമായിരുന്നു. അതിനും കഴിയില്ല എങ്കിൽ അദ്ദേഹം പിളർന്ന് ഇടതുമുന്നണിയിലേക്ക് പോകുന്ന ചരിത്രമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒന്നിനും സാധ്യമാകാതെ അദ്ദേഹം UDFനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു നില തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് തന്നെ അദ്ദേഹം അത് സ്വയം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്.